പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ദേശീയപാതയിൽ തളിപ്പറമ്പ് കുപ്പം കപ്പണത്തട്ട് വഴി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് 11 ദിവസം മുൻപ് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞിരുന്നു. നല്ല കാലാവസ്ഥയുണ്ടായിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. ഇതുമൂലം വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദുരിതത്തിലായതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടുകയായിരുന്നു. മെയ് 25 മുതൽ കുപ്പം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ കുപ്പം, ഏഴോം, നെരുവമ്പ്രം വഴി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിലെത്തിയും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ളവ ചുടലയിൽ നിന്നും മുക്കുന്ന് റോഡിലേക്ക് പ്രവേശിച്ച് കുപ്പത്തെത്തിയുമാണ് ദേശീയപാത വഴി സർവീസ് നടത്തിയിരുന്നത്. കപ്പണത്തട്ടിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ടായി തിരിച്ചിരിക്കുകയാണിപ്പോൾ. ഇതിൻ്റെ അടിഭാഗത്ത് കരിങ്കൽ ചീളുകൾ കൂട്ടിയിട്ട് ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു. ഇതിനോട് ചേർന്ന് ജില്ലിപ്പൊടി നിറച്ച ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇവ നിരങ്ങി നീങ്ങാതിരിക്കാൻ മറ്റൊരു ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും ഉയരത്തിൽ വെള്ളം ഇറങ്ങി ഇടിയാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. മഴ വന്നാൽ ദേശീയപാതയുടെ താഴെ ഭാഗത്തെ വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്താതിരിക്കാനുള്ള മുൻകരുതലും കരാർ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം. ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ്. നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ, കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ. എംസാൻ, പീസാൻ, പാറപ്പൊടി, മെറ്റൽ, ജനൽ, അതിരുതൂൺ, വേലിത്തൂൺ, ഹോളോ ബ്രിക്സ്, ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു. ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു. തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക്, കടുമേനി.